കശ്മീരിൽ പെൽഗാം മേഖല നിരീക്ഷിച്ച യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പ്രദേശത്ത് വട്ടമിട്ട് പറക്കുകയാണ്. കരസേനാ മേധാവിയും പെൽഗാമിലേക്ക് എത്തുകയാണ്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇന്ത്യ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളാണോ നമുക്കിപ്പോൾ ലഭിക്കുന്നത്? യുദ്ധവിമാനങ്ങൾ പെൽഗാമിൽ എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ കരസേനാ മേധാവിയും അവിടേക്ക് എത്തുകയാണ്. സൈന്യത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകളുണ്ട്. അതിനുശേഷം വലിയ തീരുമാനങ്ങളിലേക്ക് പോകുമോ? ഇപ്പോൾ എന്താണ് അറിയാനാകുന്നത്? ലഷ്കർ എ തൈബ കമാൻഡറെ വധിച്ചിരിക്കുന്നു. പലയിടത്തും ഏറ്റുമുട്ടലുകൾ, വെടിവെച്ചുകൾ കേൾക്കാം. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ വെടിയൊച്ചകൾ നിലയ്ക്കുന്നില്ല എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ വന്ന റിപ്പോർട്ട് ബന്ദിപ്പുര മേഖലയിലാണ് ഭീകരർ, ലഷ്കർ എ തൊയ്ബ ഭീകരർ കൂടുതലായി താവളമടിച്ചിരിക്കുന്നത് എന്ന വിവരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധനകളും തെരച്ചിലും പുരോഗമിക്കുന്നത്. അതൊരു ഏറ്റുമുട്ടലിലേക്ക് രാവിലെ തന്നെ പോയിരുന്നു. 2 സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് പുറത്തു വന്ന വാർത്തയാണ് അൽതാഫ് ലല്ലി എന്ന ലഷ്കർ എ തൊയ്ബ കമാൻഡറെ വധിച്ചിരിക്കുന്നു ഇന്ത്യ സൈന്യം എന്നുള്ളത്. ഇപ്പോഴും അതിൻ്റെ പ്രതിധ്വനി ഒപ്പം അതിൻ്റെ തിരിച്ചടികൾ പല ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് പെഹൽഗാമിൽ യുദ്ധമേഖലയിൽ ആ മേഖലയിൽ യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നു എന്ന വാർത്ത കൂടി ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരുന്നു. വ്യോമപാത അടച്ചത് വിമാനയാത്രയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ എയർലൈനുകൾ ഇത് സംബന്ധിച്ച് യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്നലെയാണ് വ്യോമപാത അടയ്ക്കുകയാണ് എന്ന അറിയിപ്പ് പുറത്തിറക്കിയ തീരുമാനം അറിയിച്ചത്. അതിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള യാത്രകളെ ഇത് ബാധിക്കുമെന്ന് എയർലൈനുകൾ അറിയിച്ചുകൊണ്ട് യാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ അറിയിപ്പാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വ്യോമപാത പാകിസ്ഥാൻ അടച്ചത് ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ വ്യോമപാത ഒഴിവാക്കിക്കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യ അതിലേക്ക് ആലോചനകൾ നടത്തേണ്ടി വരില്ലേ? കാരണം ജിദ്ദയിൽ നിന്നും പ്രധാനമന്ത്രി മടങ്ങിയെത്തുമ്പോൾ പാക് വ്യോമപാത ഒഴിവാക്കിയിട്ടാണ് എത്തിയത്. ഉറപ്പായും ആ പ്രധാനമന്ത്രി അങ്ങോട്ട് പോകുമ്പോൾ യാത്ര ആദ്യത്തെ യാത്ര പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ തിരിച്ചുള്ള യാത്ര അങ്ങനെ ആയിരുന്നില്ല. വഴിതിരിച്ചു വിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നത് അപ്പോൾ തന്നെ ചർച്ചയായിരുന്നു. പാകിസ്ഥാനുമായി ആ വിധത്തിലുള്ളൊരു വിരോധം നമുക്ക് ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പിന്നീട് പാകിസ്ഥാനോടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന പ്രഖ്യാപനം, സാർക്ക് വിസക്കാർ അടിയന്തരമായി 48 മണിക്കൂറിനകം രാജ്യമിടണമെന്ന നിർദ്ദേശം, 29-ാം തീയതിക്കകം മെഡിക്കൽ സ്റ്റുഡൻസ് എന്ത് വിസയിൽ വന്നവരായാലും പാകിസ്ഥാൻ പൗരന്മാരാണെങ്കിൽ സ്ഥലം കാലിയാക്കണമെന്ന നിർദ്ദേശം ഇന്ത്യൻ ഭരണകൂടം നൽകുന്നു. അതിനൊക്കെ പിന്നാലെ ചില കാര്യങ്ങളിൽ, അത് സ്മൃതി പറഞ്ഞതുപോലെ വ്യോമപാത അടയ്ക്കുന്നു എന്നതാണ് അതിന് പിന്നാലെ അവിടെ നിന്ന് വന്ന പ്രതികരണം. പാകിസ്ഥാന്റെ ഒരു പ്രതിരോധം, അക്കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഇന്ത്യക്ക് വരും, യാത്രക്കാർക്ക് അത് ബാധിക്കുമെന്ന് ഇൻഡിഗോ അറിയിക്കുകയാണ്. സാഹചര്യം വിലയിരുത്തുകയാണെന്നും തീരുമാനം ചില അന്താരാഷ്ട്ര സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് എന്നുമുള്ളതാണ്. ഇനി പുതിയ പാതയിലൂടെ വരേണ്ട സാഹചര്യമുണ്ട്. അത് യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ സഹകരിക്കണമെന്നാണ് പറയുന്നത്. അതോടൊപ്പം എയർ ഇന്ത്യ വിമാനം വഴിതിരിച്ചു വിട്ടു എന്ന വിവരം കൂടിയാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അതെ, ആ വിധത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിൽ ഈ സാധാരണ ജനങ്ങളെ അടക്കം ഇതൊരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലാണെങ്കിൽ ഈ നദീജല കരാർ റദ്ദാക്കുന്നതോടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന കാര്യം നേരത്തെ തന്നെ ചർച്ചയായിരുന്നതാണ്. അതിർത്തി മേഖലകളിൽ നിന്ന് പാകിസ്ഥാൻ പൗരന്മാരെ ഒഴിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നബാധിത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇതിനോടകം എത്തിച്ചേർന്നിരിക്കുന്നു. ലഷ്കർ എ തൊയ്ബ കമാൻഡറുടെ മരണത്തോടുകൂടി, അയാളെ വധിച്ചതോടുകൂടി കൂടുതൽ സങ്കീർണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതിൽ സംശയവുമില്ല. സ്മൃതി, അതിന്റെ ചില വാർത്തകളാണ് ഈ ഘട്ടത്തിൽ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഏതായാലും കശ്മീരിൽ നിന്നും നിരവധി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ലഷ്കർ എ കമാൻഡറെ വധിച്ചിരിക്കുന്നു. കരസേനാ മേധാവി കശ്മീരിലെത്തിയിരിക്കുകയാണ്. യുദ്ധവിമാനങ്ങൾ പേൽഗാമിൽ വട്ടമിട്ട് പറക്കുകയാണ്.